സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കണമെന്നൊരു അപേക്ഷ നൽകുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ 24 മണിക്കൂറിനകം തന്നെ അതിലൊരു പ്രഖ്യാപനമായിരിക്കുന്നു. മന്ത്രിസഭ കൂടി അതിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തത്. ഞങ്ങൾ അതിന്റെ നന്ദി ഈ സർക്കാരിന് പ്രത്യേകമായി അറിയിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി വളരെ ദുരിതപൂർണമായ ഒരു സാഹചര്യമായിരുന്നു. ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടായിരുന്നു ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിനൊരു അന്ത്യം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സമരസമിതി കേരളത്തിലെ മനുഷ്യത്തോളം മുഴുവൻ ആളുകളും അതിനെ വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ ഏതാണ്ട് എല്ലാം തന്നെ അംഗീകരിച്ചു എന്ന് പറയാം. ആദ്യമായി ഒന്നാമത്തെ ഡിമാൻഡായി വെച്ചത് 2020 ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള തീരുമാനം എടുത്തത് അത് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ്. രണ്ടാമത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി 2021 ഇറക്കിയ വിജ്ഞാപനം അത് റദ്ദ് ചെയ്യണം. മൂന്നാമത്തത് ഞങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം. നാലാമത്തത് ഇട്ട മഞ്ഞക്കുറ്റികൾ എഴുതുമാറ്റണം. ഈ 4 ഡിമാൻഡുകളും തത്വത്തിൽ അംഗീകരിച്ച ഒരു പ്രഖ്യാപനമാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട് ഈ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വന്നത്. ായിട്ടുള്ള പദ്ധതികൾ, അതിവേഗ റെയിൽപാത അടക്കമുള്ള പദ്ധതികൾ ആലോചിക്കും. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുകയല്ല, കേരളയിൽ മാത്രമേ ഉപേക്ഷിച്ചിട്ടുള്ളൂ. അത്തരത്തിലുള്ള പദ്ധതികൾ ഉറപ്പായി നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ളതല്ലേ? നിലവിലുള്ള റെയിൽപാതകളൊക്കെ തന്നെ വളവുകൾ നികത്തിയും കൂടുതൽ ബലപ്പെടുത്തിയും ഒക്കെ തന്നെ മുന്നോട്ട് പോയി തീർച്ചയായിട്ടും ഗതാഗത സൗകര്യം കൂടുതൽ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായിട്ടുള്ള ജനങ്ങളുടെ സ്വത്തിനും വീടുകൾക്കും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വികസനങ്ങൾ നടത്തരുത് എന്നുള്ളത് കൂടിയല്ലേ അന്ന് പ്രത്യേകം സർക്കാരിനോട് നിങ്ങളൊക്കെ തന്നെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ തുടക്കം മുതൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. 2016 ഇടതുമുന്നണി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ റെയിൽവേയുടെ അവശേഷിക്കുന്ന സ്ഥലത്ത് 3ഉം 4ഉം പാതകൾ അതിവേഗ പാതകളായി പണിയാൻ കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിക്കുമെന്നാണ്. ഞങ്ങൾ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അതിലാണ്. ആ 3ഉം 4ഉം പാത അതിവേഗ പാതകളായി പണിയണം. അതിന് വളവുകൾ ഉള്ളിടത്ത് വയഡക്റ്റ് വഴി ആ വളവുകൾ നിവർത്തുകൊണ്ട് ഈ അതിവേഗ പാതകൾ അതുവഴി വിടാൻ പറ്റും. ഇപ്പൊ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം, വലിയ വളവാണ്. അവിടെ എന്തിനാണ് ഈ അതിവേഗ പാത അകത്തേക്ക് കയറുന്നത്? നേരെ അത് ഫ്ലൈ ഓവർ വഴി അത് വിടാൻ പറ്റുമല്ലോ. അവിടെ സ്റ്റേഷനും മെട്രോയുടെ പോലെ പണിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിലവിലുള്ളതിന് കൂടുതൽ സൗകര്യം ചെയ്യാൻ പറ്റും. അതിന്റെ സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കുന്ന കാര്യം ഈ ശ്രീധരൻ തന്നെ മുന്നോട്ട് വെച്ചതാണല്ലോ. സിഗ്നൽ സംവിധാനം പരിഷ്കരിച്ച് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയും. ട്രാക്ക് ഇതിനകം സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ 50-60 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന സ്ഥാനത്ത് ഇപ്പോ വന്ദേ ഭാരത് ഓടിയത് വഴി നമുക്ക് കാണാൻ കഴിയുന്ന 100 കിലോമീറ്റർ കൂടുതൽ വേഗത്തിലും വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഭാഗത്തിൽ നമ്മുടെ ട്രാക്കുകൾ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നിലവിലുള്ള സംവിധാനം അത് ബ്രോഡ് ഗേജ് ആണ്, സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജ് ആണ് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിന് പുറത്തേക്ക് ഈ സിൽവർ ലൈനെ ആശ്രയിക്കാൻ കഴിയില്ല. നമ്മൾ പുറത്തേക്ക് ജോലിക്ക് പോകുന്നോ ഇല്ല മറ്റാവശ്യങ്ങൾക്ക് പോകുന്ന ആളുകൾക്ക് 3 മാസം മുമ്പ് ടിക്കറ്റിന് അപ്ലൈ ചെയ്താലും കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഗേജ് ആണെങ്കിൽ അതെങ്ങനെ സാധ്യമാകും? ബ്രോഡ് ഗേജ് ആണെങ്കിൽ കണക്ടിവിറ്റി ഉണ്ടാവും. പിന്നെ കൂടുതൽ സംവിധാനങ്ങൾ ഈ കുടിയൊഴിപ്പിക്കൽ അധികമില്ലാതെ, സാമ്പത്തിക ബാധ്യത അധികമില്ലാതെ, പാരിസ്ഥിതിക ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്താതെ നിലവിലുള്ള പദ്ധതി ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ആലോചിക്കാമല്ലോ. അപ്പൊ അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിന്റെ പരിസ്ഥിതിയെ പരിഗണിക്കാതെയുള്ള ഒരു പദ്ധതിയും ഗുണകരമാവില്ല. അത് ഗുണഭോക്താക്കളെക്കാൾ കൂടുതൽ ഇരകളെ സൃഷ്ടിക്കുന്ന പദ്ധതികളായി മാറും എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.